ഞാൻ ഇന്ന് ഇച്ചിരി ലേറ്റായിട്ടോ, എന്നും വരുന്ന പശു വന്നില്ല. അതായത് ഞാൻ ആ സമയത്തൊന്നും വെച്ചില്ല. അതുകൊണ്ട് അവൻ എവിടെ നിന്ന് പരിപ്പോടെ കിട്ടിയതുകൊണ്ട് ആ പട്ടിക്ക് അത് അവൻ അവിടെ നിന്ന് കഴിക്കുന്നു. അണ്ട് ആട്ടിൻകുട്ടി കഴിക്കുന്നു. ചിലപ്പോൾ ഒരു കൂട്ട ആട്ടിൻകുട്ടികൾ വരുന്ന, ഇന്ന് ഈ ഒരുത്തം മാത്രമേ വന്നിട്ടുള്ളൂ. 2 ദിവസം കൊണ്ട് ഗോതമ്പ് ഉണങ്ങും കേട്ടോ. മഴ വരും, പിന്നെ എടുത്ത് അകത്ത് വെക്കും. ഇന്നലെ ആണെങ്കിൽ കുറച്ച് നനയുകയും ചെയ്തു കേട്ടോ. പിന്നെയും ഉണങ്ങി തീർന്നില്ല. ഇന്ന് ഒരുവിധം വെയിലുണ്ടായിരുന്നു. ഇന്ന് എന്തായാലും മില്ലിൽ കൊടുത്ത് വിടണം പൊടിക്കാൻ. അങ്ങനെ ആ ഒരു ജോലിയും തീർന്നു. അതുകൊണ്ട് ഞാൻ മാറിയതും കുറേ വേറെ 1-2 എണ്ണം കൂടെ വന്നു കേട്ടോ. എല്ലാവരും കഴിക്കുകയാണ്. എല്ലാവർക്കും പഴത്തൽ ഭയങ്കര ഇഷ്ടം. എന്നെ കണ്ടപ്പോഴേ ഇവരെന്ന് വെച്ചാൽ ഈ ആടുകൾ, ഈ പശുക്കളെ കണക്കല്ല കേട്ടോ, അവരൊരു ഇച്ചിരി പേടിയുള്ള ടൈപ്പ്. അയ്യോ, 2 കൂടെ വഴക്ക് കൂടുന്നു. അയ്യോ, ഭയങ്കര വഴക്ക്. ഇത് കൊള്ളാമല്ല, നല്ല കോഴിപ്പോരെന്നൊക്കെ പറയത്തില്ല, അതിനൊക്കെ ആട്ടുംപോര്. എടുത്ത് കഴിച്ചോ, കഴിച്ചോ കഴിച്ചോ. പോരെടുക്കാതെ കഴിക്കണേ, പോര് വേണ്ട. ഇവരെന്ന് തൊട്ട് നോക്കട്ടെ. ഇവൻ കുഴപ്പമില്ല. ഇവൻ എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞൂടാ. അയ്യോ പേടിച്ച് മാറി. അവിടെ ഒരാശാൻ കുറേ നേരം കൊണ്ട് കഴിക്കാൻ നോക്കുക കേട്ടോ. അത് കഴിച്ച് പൂർണ്ണമാക്കാൻ പറ്റിയിട്ടതില്ല. പരിപ്പോടെ ആയിരുന്നു കേട്ടോ. അതാണ്ട് ചേട്ടനെത്തി. ഉച്ച സമയമാണ് കേട്ടോ. മക്കളെ, പാത്രം കാലിയായോ? ഞാൻ പോന്ന്. കഴിച്ചോ. അകത്ത് കയറിയ പ്രശ്നമാണ്. ഇവർ ചെടികളൊക്കെ എടുത്ത് കഴിക്കും. ടെങ്ടടാ, ഇതിപ്പോൾ ചേട്ടൻ കൊണ്ടുവന്നെയാണ്. നമുക്കിതിന് വൈകിട്ട് സൂപ്പറായിട്ട് നമ്മുടെ മരച്ചീനിയൊക്കെ വേവിക്കത്തില്ല, അതേ കണക്ക് വേവിച്ചിട്ട് പുളിമുളക് ഉടച്ച് കഴിക്കാം. മഴ തുടങ്ങി കേട്ടോ. നമ്മുടെ ബിലാത്തി കട്ടാലാണിത്. നമുക്കിത് അടിപൊളിയായിട്ടിന്ന് ഉണ്ടാക്കാം. നാട്ടിലെ ഇവിടെ ഇതിനെ ബിലാത്തി കട്ടാലെന്നാണ് പറയുന്നത് കേട്ടോ. കട്ടാലെന്ന് പറഞ്ഞാൽ ചക്ക, ബിലാത്തി എന്നാണ് ഇതിനെ പറയുന്നത്. നാട്ടിൽ ഷീമച്ചക്ക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്തോ പറയുന്നതെന്നൊന്ന് മെൻഷൻ ചെയ്യണേ. അങ്ങനെ ഞാൻ തന്നെ കഴുകിക്കൊണ്ട് വന്നതാണ്ട് ചെത്തി മിനുക്കി അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഈ പൂഞ്ചും കൂടെ കളഞ്ഞ് ഇനി ബോക്സായിട്ട് കട്ട് ചെയ്യണം, പിന്നെ കുക്കറിൽ കയറ്റണം. ഓക്കെ, അങ്ങനെ ഞാൻ കുക്കറിലാക്കി. ഇതിനകത്ത് നമ്മൾ വെള്ളമല്ല ഒഴിക്കുന്നത് കേട്ടോ. തേങ്ങ തിരുമ്മിയിട്ട് അതിൻ്റെ പാലും കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് 1 വിസിൽ. അരമുറി തേങ്ങ തിരുമ്മി അതിൻ്റെ പാലൊന്ന് കുറച്ച് പിഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. തേങ്ങാപ്പിള്ളിയും തേങ്ങാപ്പാലും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട്, തേങ്ങയുടെ എന്തൊക്കെയോ കിടക്കുന്ന ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് അത്ര വെള്ളം മതി കേട്ടോ. ഇനി നമുക്ക് അടുപ്പിൽ വെക്കാം. അടുപ്പിൽ വെക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുടയണം കേട്ടോ. തേങ്ങ എല്ലാ ഭാഗത്തോട്ടൊന്നും പോകണം. അത് നമ്മൾ ചക്ക അടുപ്പിൽ കയറ്റി അതിന് ശേഷം അതിനുള്ള പുളിമുളക്, ഉള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിൽ നല്ലവണ്ണം അരയ്ക്കണം. അതിനുശേഷം ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കണം. പുറത്ത് നല്ല മഴ കേട്ടോ, സൂപ്പർ മഴയാണ്. നമ്മുടെ ചട്നി റെഡിയായി. പച്ചമുളകും ഉള്ളിയും ശകലം കറിവേപ്പില എല്ലാം കൂടെ ഒഴിച്ച് ഐലൻഡ് കോക്കനട്ട് ഓയിൽ. നമുക്ക് ഐലൻഡ് കോക്കനട്ട് ഓയിൽ തന്നെ ഉപയോഗിക്കാം, ദീപികാരല്ലേ. കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യണം. ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നല്ല അടിപൊളി. മൊത്തം ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, കുറേ അങ്ങ് ബാക്കി വെക്കുന്നു. തൽക്കാലം എൻ്റെ യൂട്യൂബ് ഫാമിലിക്ക് വേണ്ടി കുറച്ചിട്ടു. പിന്നെ എന്താ പറയുന്നത്, ഇനി നമുക്ക് കുറച്ച് പുളിയും മുളകും. അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യട്ടെ? ഒരു പീസ് എടുത്ത്. ഇത് തേങ്ങാപ്പാൽ കഴിഞ്ഞ് തേങ്ങ കളയരുത് കേട്ടോ. അങ്ങനെയാണ് നമ്മളിവിടെ ഉണ്ടാക്കി കഴിക്കുന്നത്. അടിപൊളിയാണ്. കുറച്ച് പുളിയും മുളകും കൂടെ എടുത്ത്. അയ്യോ, വന്നില്ല. അയ്യോ, ഇത് പച്ചമുളക് കൂടിയോ ഗൈസ്, പറയൂ. ഞാൻ ഇച്ചിരി അളവേ ക്വാണ്ടിറ്റി കൂടിപ്പോയി. അടിപൊളി ടേസ്റ്റ്. അതായത് ഓവറായിട്ട് വേവല്ലോ. ഒറ്റ വിസിൽ വന്നത് നമ്മൾ പെട്ടെന്ന് അത് എടുക്കണം. നല്ല സോഫ്റ്റായിട്ട് വന്നു കണ്ടോ. അടിപൊളി. എന്താ ഭംഗി കാണാൻ തന്നെ. അപ്പോൾ ഞാൻ കഴിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻസ് രേഖപ്പെടുത്തണേ.
ബാക്കിയുള്ളവർക്ക് ഇത് നിറച്ചിരിപ്പുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.